നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ഒരു 4 ആൾ കൂടിയ സ്ഥലത്തേക്കല്ല എങ്കിൽ ഒരു സദസ്സിലേക്ക് നമ്മളെ 1-2 വാക്ക് സംസാരിക്കാൻ വിചാരിച്ചാൽ നമ്മൾ പല ആളുകളും പേടിച്ച് അതൊന്നും എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ച് പിന്മാറി അവിടെ നിന്ന് സ്ഥലം കാലിയാക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് മാറ്റിയെടുക്കേണ്ടത്. കഴിഞ്ഞ കുറേ വീഡിയോകളിൽ പലതരത്തിലുള്ള പേടികളെക്കുറിച്ചാണ്, അതിനെ അതിജീവിക്കാനുള്ള, അതിനെ ഓവർകം ചെയ്യാനുള്ള, അതിനെ ഡീൽ ചെയ്യാനുള്ള ടെക്നിക്കുകളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സഭാകമ്പത്തെക്കുറിച്ചാണ്, സ്റ്റേജ് പേടിയെക്കുറിച്ചാണ്. ലോകത്ത് പ്രശസ്തരായിട്ടുള്ള ഒട്ടുമിക്ക ആളുകളും അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് ആളുകളോട് അവരുടെ ഐഡിയകളെ കൃത്യമായി പറഞ്ഞു ഫലിപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് വന്നത്. നമ്മുടെ പ്രവർത്തന മേഖലയെ മെച്ചപ്പെടുത്താനുള്ള ഒരു ആയുധമാണ് ഈ ആളുകളുമായിട്ട് കാര്യങ്ങളെ സംവദിക്കുക എന്നത്. ഈ സഭാകമ്പം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നുമല്ല, മറിച്ച് നമ്മൾ നേരത്തെ പല വീഡിയോകളും പല പേടികളും നമുക്ക് അനുഗ്രഹമാണ് എന്ന രീതിയിൽ സംസാരിച്ചതനുസരിച്ച് ഈ സഭാകമ്പവും ഈ സ്റ്റേജിലുള്ള പേടിയുമൊക്കെ നമുക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്. കാരണം നാം അവിടെ ഡെലിവർ ചെയ്യാൻ പോകുന്ന, നമ്മളവിടെ പെർഫോം ചെയ്യാൻ പോകുന്ന കാര്യത്തെ വളരെ ഭംഗിയായും കൃത്യമായും പെർഫെക്റ്റായും ഒക്കെ ചെയ്യാനുള്ള ഒരു ത്വര നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നതിന്, അതിനുള്ള ഒരു പ്രചോദനം നൽകുന്നത് ഈ സഭാകമ്പം എന്ന നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു പേടിയാണ്. ഞാൻ ചെയ്യുന്ന കാര്യം നന്നാവണം, ഞാൻ പ്രവർത്തിക്കുന്ന, ഞാൻ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ നന്നാവണം, അത് പെർഫെക്റ്റ് ആവണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മൾ ആ പെർഫോമൻസിന് മുന്നേ തന്നെ, അതിന് ആ പെർഫോം ചെയ്യാനെടുക്കുന്ന തീരുമാനത്തോടൊപ്പം തന്നെ നമ്മളെ ഉത്തേജിപ്പിക്കാനുള്ള റിയാക്ഷൻസാണ് അത്. അതുകൊണ്ട് തന്നെ ഈ സഭാകമ്പം എന്നത് നോർമലാണ്, അത് നാച്ചുറലാണ്, അത് അനുഗ്രഹമാണ്, ഗുണമാണ്. അതിനെ ഗുണമാക്കി മാറ്റുക എന്നതാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്യേണ്ടത്. നമ്മളൊരു പെർഫോമൻസിന് സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് ഈ നെർവസ്നെസ്സിൻ്റെ, ഈ സ്ട്രെസ്സിൻ്റെ, ഈ പേടിയുടെ ഭാഗമായിട്ട് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാക്കാം. ചില ആളുകൾക്ക് ആകെ വിയർത്ത് തൊണ്ട വരണ്ട് അവരുടെ വയറിൽ നിന്ന് എന്തോ ഒരു കാളൽ പോലെ അനുഭവപ്പെട്ട് ശ്വാസഗതി കൂടി സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ കാലുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ, ചില ആളുകൾക്കിത് തളർന്നു പോകുമോ എന്ന വിചാരം പോലും ഉണ്ടാകാറുണ്ട്. നമ്മളൊക്കെ ഈ പ്രസംഗ പരിശീലന ക്ലാസ്സുകൾ നടത്തുമ്പോൾ ആദ്യമായി വരുന്ന ആളുകളോട് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അവരുടെ പെർഫോമൻസിൻ്റെ ലെവൽ അളക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില ആളുകൾ കസേരയിൽ ഇരുന്ന് പോയ കഥ വരെയുണ്ട്. പിന്നീട് അവർ ക്ലാസ്സിന് ശേഷം, പരിശീലനത്തിന് ശേഷം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന, അവരുടെ ഐഡിയകളെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ കഴിയുന്ന രീതിയിലേക്കായി എന്നത് ഒരു സത്യമാണ്. ഇന്ന് ലോകത്ത് കാണുന്ന മണിക്കൂറുകൾക്ക് ഡോളർ കണക്കിന് രൂപ പ്രതിഫലം പറ്റുന്ന ആളുകൾ പോലും പ്രസംഗിക്കാൻ അവർ ആ വേദിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു ചെറിയ നെർവസ്നെസ് ഉണ്ടാകും എന്നാണ് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത് കോമൺ ആണ്, ഇത് നോർമലാണ്, നാച്ചുറലാണ്, എല്ലാവർക്കും ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊരു പ്രശ്നമായി ഇതിനെ കാണാതിരിക്കുക. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, നിങ്ങൾക്ക് സഭാകമ്പമുണ്ടോ എങ്കിൽ നിങ്ങൾ നല്ല ഒരു പ്രഭാഷകനായി മാറും എന്നാണ്. സഭാകമ്പമുള്ളവർക്കേ നല്ല പ്രഭാഷകനായി മാറാൻ കഴിയൂ. കാരണം അതില്ലാത്ത ആളുകൾക്ക്, അതിന് യാതൊരു പേടിയില്ലാത്ത ആളുകൾക്ക് ഞാൻ എന്തു പറഞ്ഞാലും കുഴപ്പമില്ല, കയറുക, സംസാരിക്കുക, പോരുക എന്നതിനപ്പുറത്ത് ഒരു പ്രഭാഷണത്തിൽ അല്ല എങ്കിൽ ഒരു പ്രസൻറ്റേഷനിൽ കൃത്യമായി തങ്ങളുടെ ഐഡിയകളെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുന്ന ആൾ ആവണമെങ്കിൽ ഈ നെർവസ്, ഈ സ്ട്രെസ് വേണം എന്നാണ്. കേവലം 1 മിനിറ്റ് മാത്രമാണ് നമ്മുടെ പ്രസൻറ്റേഷൻ ആരംഭിക്കുന്ന, സ്റ്റേജിലേക്ക് കയറുന്ന, അല്ല എങ്കിൽ സദസ്സിലേക്ക് നോക്കുന്ന ആ ഒരു ആദ്യത്തെ 1 മിനിറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സഭാകമ്പം എന്ന കാര്യം നിലനിൽക്കുന്നത്. അതിനെ ഡീൽ ചെയ്യാൻ നാം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ ഐഡിയാസിനെ അവസാനം വരെ മണിക്കൂറുകളോളം നാം പ്രസൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരില്ല. അപ്പോൾ ആദ്യം വേണ്ടത് സഭാകമ്പം, അത് നോർമലാണ്, സഭാകമ്പം എല്ലാവർക്കും ഉണ്ടാകും, അത് നോർമലാണ് എന്ന്, എല്ലാവരിലും ഉണ്ടാകുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കുകയും ആദ്യത്തെ ആ 1 മിനിറ്റിനെ അതിനെ ഡീൽ ചെയ്യാനുള്ള ചില ടെക്നിക്കുകൾ മനസ്സിലാക്കുകയും ചെയ്യുക, ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയും.
അല്ലാതെ ഇതിനെ പേടിച്ച് കൊണ്ട് പിന്നോട്ട് മാറിയാൽ നമുക്ക് പിന്നീട് ഒരിക്കലും ഇത് പരിഹരിക്കാൻ കഴിയില്ല. നമ്മുടെ ഒരു പെർഫോമൻസും ഒരു സ്പീച്ചും ഒന്നും നമുക്ക് നമ്മുടെ ഒരു ഐഡിയ പോലും ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ പ്രവർത്തന മേഖലയിൽ മികവ് പുലർത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഇതിനെ പേടിച്ച് പിന്മാറാതെ അതിനെ ഫേസ് ചെയ്യാൻ ശ്രമങ്ങൾ നമ്മൾ നടത്തുക. നാം എന്ത് ചെയ്യുമ്പോഴും ഈ നെർവസ്നെസ് നമ്മുടെ മുന്നിലുണ്ടാവും. നമ്മൾ ആദ്യമായി വാഹനം ഓടിക്കുന്ന സമയത്ത്, അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത സമയത്ത്, ഇനി അത് ലൈസൻസ് കിട്ടിയാൽ പോലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ കാലൊന്ന് വിറക്കും, നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സൈക്ലിംഗ്, ഏത് പണിയെടുക്കുകയാണ് എങ്കിലും, ഏത് തരത്തിലുള്ള ജോലിയിൽ നാം വ്യാപൃതരാകുകയാണ് എങ്കിലും ആദ്യഘട്ടത്തിൽ നമുക്കതിൽ ഒരു പ്രയാസമുണ്ടാകും, ഒരു നെർവസ്നെസ് ഉണ്ടാകും, നമുക്കൊരു പ്രശ്നമുണ്ടാകും. പിന്നീട് അതിനെ നാം ചെയ്ത് ശീലിക്കുമ്പോഴാണ് അതിനെ നാം ഡീൽ ചെയ്യാൻ പഠിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള മുന്നിൽ നിന്നൊരു വാഹനം വരുമ്പോഴൊന്നും യാതൊരു ഭയവും ഉണ്ടാകില്ല. കാരണം അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് അറിയാമെന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുപോലെ തന്നെയാണ് ഈ സഭാകമ്പവും. അത് ഉണ്ട് എന്നും അതിനെ ഡീൽ ചെയ്യാൻ നമുക്ക് കഴിയും, നമ്മളതിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പരിശീലിക്കുമ്പോൾ ഡീൽ ചെയ്യാൻ നമുക്ക് കഴിയുമെന്ന ഒരു ഉത്തമ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. മുമ്പുണ്ടായിരുന്ന നെർവസ്നെസ്സുകളെ നമ്മൾ എങ്ങനെയാണോ ധൈര്യപൂർവ്വം നേരിട്ടത്, അതുപോലെ തന്നെ ഇതിനെയും നേരിടുമ്പോഴാണ്, ഇതിനെയും ഓവർകം ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷയത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. നമ്മൾ ആലോചിച്ച് നോക്കൂ, അനാവശ്യമായിട്ടുള്ള ഭയം ഈ വിഷയത്തിൽ എന്ത് വേണം? അവിടെ സ്റ്റേജിലുള്ള ആളുകളോ വേദിയിലുള്ള ആളുകളോ സ്റ്റേജിൽ വെച്ചിട്ടുള്ള സാധനങ്ങളോ ഒന്നും നമ്മളെ ഒന്നും ചെയ്യില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? നമ്മൾ പേടിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളെ എനിക്ക് മുഴുവനായി പറയാൻ കഴിയുമോ, അത് മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ തക്ക രീതിയിൽ, മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു പേടിയാണ്. ഈ പേടി കാരണം നമ്മൾ പിന്മാറാൻ ശ്രമിച്ചാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോവുക. ഇതിനെ പരിഹരിക്കാൻ ഏക മാർഗമേ ഉള്ളൂ നമ്മൾ കൃത്യമായി അതിനെ ഫേസ് ചെയ്യുക. ഫേസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിൽ നമ്മൾ ആദ്യം, പക്ഷേ സ്റ്റേജിനോടുള്ള പേടി നമുക്ക് ആദ്യം മാറ്റിയെടുക്കാം. സ്റ്റേജിൽ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ആളുകൾ സദസ്സിലിരിക്കുന്ന സമയത്ത് തന്നെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ പോയി ഒന്ന് മൈക്കൊന്ന് ശരിയാക്കുക, അല്ലെങ്കിൽ ആ പോഡിയം ഒന്ന് ശരിയാക്കുക, ചെയറൊക്കെ ഒന്ന് ശരിയാക്കുക. ആളുകൾ നമ്മളെ പൂർണ്ണമായി വീക്ഷിക്കുന്ന രീതിയിൽ തന്നെ അവിടെ വെച്ചിട്ടുള്ള ഫ്ലവർ ബേസിൻ ഒന്ന് കൃത്യമാക്കി വെക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി 1-2 തവണ നമ്മൾ ആ സ്റ്റേജിൽ കയറുമ്പോൾ സ്വാഭാവികമായും ചെറിയ ചെറിയ രീതിയിൽ നമ്മൾക്ക് ആ സ്റ്റേജിനോടുള്ള ഭയം നമ്മൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അതിലൂടെ നമ്മൾ ഒരുപാട് മുകളിലേക്ക് നമ്മത്തിൻ്റെ പേടിയുടെ അടിസ്ഥാന പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ കഴിയും. പിന്നെ നമുക്ക് ധൈര്യമായി ഒരു കാര്യത്തെ അവതരിപ്പിക്കാനുള്ള കോൺഫിഡൻറ്റ് ഉണ്ടായിരിക്കുക എന്നതാണ്. ആ കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നാം സ്വയം നമ്മളെ തന്നെ, നമ്മുടെ കഴിവുകളെ കൃത്യമായി ധാരണയോടുകൂടി പരിശോധിച്ച് നമ്മുടെ കോൺഫിഡൻറ്റ്, എനിക്കിതിന് കഴിയും എന്നുള്ള ഒരു വിശ്വാസം നമ്മളിൽ ജനിപ്പിച്ചെടുക്കുക എന്നതാണ് മറ്റൊരു കാര്യം. പിന്നെ പോസിറ്റീവ് അഫർമേഷനുകളെ കൊണ്ട് നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക. ഈ സഭാകമ്പം നോർമലാണ്, അതിനെ ഡീൽ ചെയ്യാൻ എനിക്ക് കഴിയും, ഇത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്, അവരൊക്കെ അതിനെ കൃത്യമായ രീതിയിൽ ഡീൽ ചെയ്തുകൊണ്ടാണ് അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എനിക്കുള്ള ഈ പ്രശ്നത്തെ കൃത്യമായ രീതിയിൽ ഞാനതിന് പ്രിപ്പയറായി എല്ലാ അർത്ഥത്തിലും ആ കാര്യം ഭംഗിയായി നിർവഹിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൃത്യമായി ബോധ്യപ്പെടുത്തുക. അങ്ങനെ പോസിറ്റീവ് അഫർമേഷനുകളെ കൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ, നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യാൻ, മനസ്സിനെ അതിന് തയ്യാറാക്കാൻ നമുക്ക് കഴിയും. പല ആളുകളും, പല പ്രഭാഷകരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ പ്രഭാഷണത്തിന് പോകുന്നതിന് മുന്നേ തൻ്റെ മുന്നിലുള്ള ഒരു കണ്ണാടിയിൽ നോക്കി കൃത്യമായി ആ വിഷയത്തെ, താൻ എന്താണോ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന ആ വിഷയത്തെ, സദസ്സെല്ലാം മുന്നിലുണ്ട് എന്ന ധാരണയോടുകൂടി കൃത്യമായി അവർ ആ വിഷയത്തെ അവതരിപ്പിക്കുന്നത്, വിഷയത്തെ കണ്ണാടിയിൽ നോക്കി അവർ കൃത്യമായി മുഴുവനായി അവതരിപ്പിക്കുമെന്ന്. പല ആളുകളും പറയാറുണ്ട്, 2ാമത്തെ തവണയാണ് ഞാൻ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന്. ഒന്ന്, തൻ്റെ സ്വകാര്യ മുറിയിലെ മിററിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ ഞാൻ കൃത്യമായി ഒരു പ്രഭാഷണം തന്നെ നടത്തിയതിന് ശേഷമാണ്
സ്റ്റേജിൽ വന്നുകൊണ്ട് രണ്ടാമതായി അവതരിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ അതൊരു പരിശീലനം കൂടിയാണ്. തെറ്റുകൾ തിരുത്താൻ എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. പിന്നെ നമുക്കിതിനൊക്കെ കഴിയുമെന്ന ഒരു കോൺഫിഡൻറ്റ് നമ്മുടെ മുന്നിലുണ്ടാകും. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ വേദിയിലെത്തിയിട്ട് അവതരിപ്പിക്കാനുള്ള ആ സദസ്സിലെ നമ്മൾ കൃത്യമായി നേരത്തെ അറിഞ്ഞു വച്ചാൽ നമുക്ക് അവിടെ നോക്കിയാൽ നമ്മുടെ ഈ ആദ്യഘട്ടത്തിലുണ്ടാകുന്ന ഈ പരിചയക്കുറവുള്ള ആളുകളോട് സംസാരിക്കുക എന്ന ആ ഒരു വിഷയവും നമുക്ക് അവസാനിക്കാൻ കഴിയും. നേരത്തെ വേദിയിലെത്തി നേരത്തെ പറഞ്ഞതുപോലെ അവിടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി ആ ഒരു സ്റ്റേജ് ഭയത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാം അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ, ഒരു അറിവ്, ഒരു പഠനം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ എന്താണോ ആളുകളോട് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയും പരന്ന വായനയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ നോട്ടു തയ്യാറാക്കണം. നമ്മൾ പ്രഭാഷണത്തിലെ 3 Pകളെ കുറിച്ച് പറയാറുണ്ട്. 3 Ps: പ്രിപ്പയർ, പ്രാക്ടീസ്, പെർഫെക്റ്റ്. അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം നടത്തി അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കി. നോട്ടുകൾ നമുക്ക് നോട്ട് ബുക്കിൽ എഴുതി വെക്കണമെന്നൊന്നുമില്ല. നമുക്ക് ലാപ്ടോപ്പിൽ അത് ചെയ്യാം. അല്ല എങ്കിൽ ഒരു ചെറിയ പേപ്പറിൽ ഇത് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. എനിക്ക് പറയാനുള്ള വിഷയം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, എനിക്കറിയാം എങ്കിൽ പോലും എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് നോക്കാൻ എൻ്റെ കയ്യിൽ നോട്ടുണ്ട് എന്ന ഒരു കോൺഫിഡൻറ്റ് നമ്മുടെ മുന്നിലുണ്ടാവും. വിഷയത്തെക്കുറിച്ചുള്ള കോൺഫിഡൻറ്റ് വർദ്ധിപ്പിക്കാൻ അത് സഹായിക്കും. ഇത് നോക്കി പറഞ്ഞു എന്നതുകൊണ്ടൊന്നും വലിയ വിഷയമൊന്നുമില്ല. ലോകത്തുള്ള വലിയ പ്രഭാഷകരൊക്കെ നോട്ട് തയ്യാറാക്കി അത് നോക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നോട്ടിലേക്ക് നോക്കി എന്നതുകൊണ്ടോ തൻ്റെ ലാപ്ടോപ്പിലേക്ക് നോക്കി എന്നതുകൊണ്ടോ അല്ല എങ്കിൽ തൻ്റെ ഐപാഡിലേക്ക് നോക്കി എന്നതുകൊണ്ടോ ഒന്നും യാതൊരു വിഷയവുമില്ല. നാം പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നാൽ മാത്രം മതി, നാം പറയുന്നത് കറക്റ്റായിരുന്നാൽ മാത്രം മതി. നമ്മളൊരു വിഷയവും അതിൻ്റെ ഒരു എക്സാമ്പിളും എന്ന രീതിയിൽ നമ്മൾ അതിനെ നോട്ട് തയ്യാറാക്കിയാൽ നമുക്ക് കൃത്യമായ രീതിയിൽ അത് അവതരിപ്പിക്കാൻ കഴിയും. അത് കേൾക്കുന്ന ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഈ നോട്ടൊക്കെ തയ്യാറാക്കി നമ്മളെ സംസാരിക്കാൻ നമ്മളെ ക്ഷണിച്ച് നമ്മൾ പോഡിയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ സദസ്സിനെ നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിക്കുക. എന്നിട്ടൊന്ന് റിലാക്സ് ആകുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുക, ഒരു ചെറിയൊരു സിപ്പ് വെള്ളം. എന്നിട്ട് റിലാക്സ് ആകുക. വളരെ സ്ലോ ആയി നമ്മുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിച്ച് സ്ലോ ആയി 2 or 3 ശ്വാസം നാം എടുക്കുക. ആ 1 മിനിറ്റേ ഉള്ളൂ. ആ ഒരു മിനിറ്റിൽ നമ്മുടെ ഈ പേടിയെ നമ്മൾ മാറ്റിയെടുത്താൽ, ആ 1 മിനിറ്റ് കടന്നു പോയാൽ പിന്നീട് യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് നമ്മുടെ വിഷയത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. 1-2 ടിപ്പുകൾ പറയാം. നമ്മൾ ഒരു സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പരിചയക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും മുന്നിലുണ്ടാകും. അവരെ നോക്കിക്കൊണ്ട് സംസാരിക്കുക. അവരെ നോക്കി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളോട് ഇഷ്ടമുള്ള ആളുകളാണ് എങ്കിൽ അവരുടെ മുഖത്ത് നാം പറയുന്നതിനെ കുറിച്ചുള്ള എക്സ്പ്രഷൻസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. അതിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങളെ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ കഴിയും. ഇനി നമ്മൾ ആരുമില്ലാത്ത, ഒരു പരിചയവുമില്ലാത്ത ഒരു സ്ഥലത്താണ് നാം ചെന്നപ്പെടുന്നത് എങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ സദസ്സിനെ നോക്കുന്നതോടൊപ്പം ആ സദസ്സിൻ്റെ ഏതെങ്കിലും 1-2 പോയിന്റിലേക്ക് നമ്മുടെ നോട്ടത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നോക്കി നമുക്ക് സംസാരിക്കാൻ കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി വിലയിരുത്തിക്കൊണ്ട് കൃത്യമായി നിങ്ങൾ പരിശീലിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കും നല്ല പ്രഭാഷകനായി മാറാൻ കഴിയും. ഇതിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നാം പറഞ്ഞു വെക്കുന്നത്. ഇത് പരിശീലിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടങ്ങളിൽ, നിങ്ങളുടെ ചെന്നെത്തുന്ന മേഖലകളിൽ നല്ല ഒരു സ്കില്ലുള്ള പ്രഭാഷകനായി മാറാൻ കഴിയും. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.